യെസ്, ഇനിയിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇൻഡസ് റിവർ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. അപ്പം ഇൻഡസ് റിവർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള 3 മെയിൻ ഡ്രെയിനേജ് സിസ്റ്റം ഏതാ? ബ്രഹ്മപുത്ര റിവർ ബേസിൻ, ഗംഗ റിവർ ബേസിൻ, അതേപോലെ തന്നെ ഇൻഡസ് റിവർ ബേസിൻ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിവർ സിസ്റ്റമാണ് ഏതെന്ന് പറയുന്നത് ഇൻഡസ് റിവർ സിസ്റ്റം എന്ന് പറയുന്നത്. കാരണം ഇൻഡസ് വാലി സിവിലൈസേഷൻ ഒറിജിനേറ്റ് ചെയ്തത് ഏതിൻ്റെ തീരത്താണ്? ഇൻഡസിൻ്റെ തീരത്താണ്. അപ്പോൾ ഇൻഡസിൻ്റെ മറ്റൊരു പേരും കൂടി നമ്മൾ അതിനകത്ത് വിളിക്കാറുണ്ട് സിന്ധു. ഇൻഡസ് വാലി സിവിലൈസേഷൻ. അപ്പോൾ സിന്ധു മറ്റൊരു പേരും കൂടിയാണ് ഇൻഡസിന് പറയുന്നത്. ഇൻഡസ് റിവറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 11,65,000 കിലോമീറ്റർ സ്ക്വയർ ഏരിയയിൽ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ആരുടെ ബേസിൻ എന്ന് പറയുന്നത്? ഇൻഡസ് റിവറിൻ്റെ ബേസിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡസ് റിവറിനെ ലയൺസ് മൗത്ത് എന്നും കൂടിയിട്ട് എവിടെ വിളിക്കുന്നുണ്ട്? ടിബറ്റിൽ ലയൺസ് മൗത്ത് എന്നുള്ള രീതിയിലും കൂടിയിട്ട് വിളിക്കുന്നുണ്ട്. എവിടെ? ടിബറ്റിൽ. ഓക്കെ, ഇൻഡസ് റിവറിന്. അപ്പോൾ ഇൻഡസ് റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് ചൈനയിലാണ്. ചൈനയിൽ കൈലാഷ് മൗണ്ടൻസിന് നിയറായിട്ട് ബൊക്കാർചു എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം 4164 മീറ്റർ ആൾട്ടിറ്റ്യൂഡിലാണ് ആര് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഒരു ഗ്ലേഷ്യറിൽ നിന്ന് ആര് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഇൻഡസ് റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇൻഡസ് റിവർ ഒറിജിനേറ്റ് ചെയ്തിട്ട് നേരെ ഇന്ത്യയിലേക്ക് കടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഡിസ്ട്രിക്റ്റിലേക്ക്? ഇന്ത്യയുടെ ലേ ഡിസ്ട്രിക്റ്റിലേക്ക് കടക്കുന്നു. അങ്ങനെ ലേ ഡിസ്ട്രിക്റ്റിൽ നിന്ന് പിന്നീട് ഫർദർ അങ്ങോട്ട് ഏതിലേക്ക് കടക്കുന്നു? ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാൻ റീജിയനിലേക്ക് കടക്കുന്നത്. ഇത്രയും ഭാഗത്തിനെ നമ്മൾ ജനറലി വിളിക്കുന്ന, അല്ലെങ്കിൽ കാശ്മീരിൻ്റെ അത്രയും ഭാഗത്തിനെ വിളിക്കുന്ന റീജിയൻ്റെ പേരാണ് ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാൻ. അപ്പോൾ ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാനിലേക്ക് കടന്നിട്ട് പിന്നെ പാകിസ്ഥാൻ വഴി അതുപോലെ ഒഴുകി എന്ത് സംഭവിക്കുന്നു? അവസാനം അറബിക്കടലിൽ ചെന്ന് ചേരുന്നു. കറാച്ചിയിൽ വെച്ചിട്ട് അറബിക്കടലിൽ ചെന്ന് ചേരുന്നു. അപ്പോൾ കറാച്ചി എന്ന് പറയുന്നൊരു പോർട്ട് ഈ പറഞ്ഞിട്ടുള്ള ഇൻഡസിൻ്റെ തീരത്താണ് കറാച്ചി എന്ന് പറയുന്ന പോർട്ട് വരുന്നത്. ഓക്കെ, അപ്പം ബൊക്കാർചു ഈ പോയിന്റിൽ നിന്നാണ് ഇൻഡസ് റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഡസ് റിവറിൻ്റെ മെയിൻ സ്ട്രീം എന്ന് പറയുന്ന സംഗതി എന്താണെന്നുള്ളത് നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഓൾറെഡി. അതായത് മെയിൻ സ്ട്രീം ഓഫ് എ റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു റിവർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സിംഗിൾ ലാർജസ്റ്റ് സ്ട്രീം അല്ല. ഇപ്പോൾ ഒരു ഇൻഡസ് റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡസ് റിവർ ഇതേ നോക്കിയേ, ഒരു സിംഗിൾ റിവർ അല്ല. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് സെവറൽ നെറ്റ്വർക്ക് ഓഫ് റിവേഴ്സും. ആ പോകുന്ന വഴിയിൽ പല ട്രിബ്യൂട്ടറീസും ഇതിൽ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വെള്ളം കൊണ്ടുവരുന്ന സെക്ഷൻ ഏതാണോ ആ സെക്ഷനെയാണ് നമ്മൾ ആ റിവറിൻ്റെ എന്തെന്ന് പറഞ്ഞിട്ട് കൺസിഡർ ചെയ്യുന്നത്? മെയിൻ സ്ട്രീം സെക്ഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഇൻഡസ് റിവറിൻ്റെ മെയിൻ സ്ട്രീം ഒറിജിനേറ്റ് ചെയ്യുന്നത് ഏത് ഭാഗത്തു നിന്നാണ്? ബൊക്കാർചു എന്ന് പറയുന്ന സ്ഥലത്താണ്. നിയർ കൈലാഷ് മൗണ്ടൻസിനകത്ത് 4164 മീറ്റർ പൊക്കത്തിൽ നിന്നാണ് അത് എവിടെ ചെയ്യുന്നത്? ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ അതിനെയാണ് നമ്മളതിൻ്റെ ഇൻഡസ് റിവറിൻ്റെ എന്തെന്ന് പറയുന്നത്? മെയിൻ സ്ട്രീം എന്ന് പറയുന്നത്. ഇനി ഇൻഡസ് റിവറിൻ്റെ വെസ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പാകിസ്ഥാൻ്റെ ഭാഗത്ത് വെസ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ റിവേഴ്സ് ഇതിനകത്ത് വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിയേ, ഗിൽഗിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിവർ ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊച്ചി എന്ന് പറഞ്ഞിട്ടുള്ള റിവർ ജോയിൻ ചെയ്യുന്നുണ്ട്. സോബ്, അതേപോലെ തന്നെ കുണ്ടാർ, അതേപോലെ തന്നെ ഗമാൽ, ഇത്തരത്തിലുള്ള റിവേഴ്സൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ഒറിജിനേറ്റ് ചെയ്യുന്ന റേഞ്ച് എന്ന് പറയുന്നത് സുലൈമാൻ റേഞ്ചസ്. കാരണം ഇൻഡസ് റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഹിമാലയൻ റേഞ്ചസിൽ നിന്നാണ്. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള ട്രിബ്യൂട്ടറീസ്, ഇൻഡസിൻ്റെ വെസ്റ്റിലുള്ള ട്രിബ്യൂട്ടറീസ് മൊത്തം ഒറിജിനേറ്റ് ചെയ്യുന്നത് ഏത് റേഞ്ചസിൽ നിന്നാണ്? സുലൈമാൻ റേഞ്ചസിൽ നിന്നാണ്. അപ്പം ഇൻഡസ് റിവറിൻ്റെ സിസ്റ്റം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത് ഏത് മാത്രമല്ല വരിക? നോട്ട് ഓൺലി ഹിമാലയൻ റീജിയൻ ബട്ട് ഓൾസോ സുലൈമാൻ റേഞ്ചസും കൂടിയും അതിൻ്റെ പരിധിയിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വെസ്റ്റ് ഓഫ് ഇൻഡസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? സുലൈമാൻ റേഞ്ചസ് ഉണ്ട്. ആ സുലൈമാൻ റേഞ്ചസിൽ നിന്ന് ഏതൊക്കെ റിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്? തൊച്ചി, അതേപോലെ തന്നെ സോബ് തുടങ്ങിയ റിവേഴ്സൊക്കെ ഒറിജിനേറ്റ് ചെയ്തിട്ട് എവിടെ ചെന്ന് അവസാനിക്കുന്നുണ്ട്? ഇൻഡസ് റിവറിൽ ചെന്ന് അവസാനിക്കുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ അത് നമുക്കൊന്ന് ജസ്റ്റ് മാപ്പിലൊന്നും ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. മാപ്പിൽ ജസ്റ്റ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. യെസ്, യെസ്, അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ നോക്കിക്കോണേ. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് ഇൻഡസ് റിവറാണ്. അപ്പോൾ നമ്മളിവിടെ ഇൻഡസ് റിവർ ബേസിൽ നിന്ന് അടിക്കുന്നു. ഇൻഡസ് റിവർ ബേസിൻ അടിക്കുന്നു. ഇൻഡസ് റിവർ ബേസിൻ അടിക്കുന്നു. ഒരു യെസ്, ഇതിൽ ഇതാ ഇൻഡസ് കുറച്ചും കൂടി നമ്മൾ നോക്കി. ഇൻഡസ് റിവർ ബേസിൻ